എല്ലാവരും ഉണ്ട്. എല്ലാവരും നമ്മുടെ കേരളം എന്ന് പറയുന്നത് അത്രയും കച്ചവടം കൂടെ വന്നവരാണ് ഞങ്ങളിവിടെ. പെട്ടെന്ന് ഗ്യാപ്പിലൂടെ വരുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാം. ഞങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവങ്ങളാണ്. ഞങ്ങൾ അത്രയും പ്രതിസന്ധി കൂടെ വന്നോ ചർച്ചയിലാക്കണം. പള്ളികളെ പോയി ഒന്ന് സംസാരിക്കാൻ മിണ്ടാതിരിക്കരുത്. മുഖ്യമന്ത്രിയുണ്ട് എന്ന് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ആരാധനാലയം വഴിയെ സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ സഭയ്ക്ക് ഞങ്ങളുടെ പഞ്ചായത്തിനോട് പറഞ്ഞു ആരാധനയ്ക്ക് ഒരു ചർച്ചിന്റെ സ്ഥലം കിട്ടി. പല കാര്യങ്ങൾ പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞു. കോർട്ടിനെ സമീപിച്ച് ഞങ്ങൾക്ക് അനുകൂലമായി വിധി വന്നു ആരാധന പണിയാൻ. എന്നിട്ടും അത് തടസ്സപ്പെടുത്തിയ പഞ്ചായത്താണ്. ആ മേഡം ഒരുപാട് മാനസികമായി ഞങ്ങളെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. പക്ഷേ നീതിപീഠം അനുകൂലമായ ഒരു വിധി ഞങ്ങൾക്ക് തരുമെന്നറിയാം. പഞ്ചായത്ത് പ്രസിഡന്റ് ചെന്നീർക്കര പഞ്ചായത്തിൽ ഒരു നിയമം, അതാത് പഞ്ചായത്തിൽ ഒരു നിയമം നടപ്പാക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്തിലും അതാത് പഞ്ചായത്ത് പ്രസിഡന്റ് നിയമം ചെയ്യട്ടെ. ഓമലൂർ പഞ്ചായത്തിലെ ഒരു പ്രസിഡന്റ് വന്ന് ചെന്നീർക്കര പഞ്ചായത്തിൽ വന്ന് കാണിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈവ് കണ്ടത്. ഞങ്ങൾ അതിന്റെ നിയമം അതിന്റെ കാര്യങ്ങളെല്ലാം ഓൾഡ് ഏജ് ഹോമിന്റെ ഓർഫനേജിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രതികളായെന്ന് പറയുന്നവരെ പിടിച്ചിട്ടുമുണ്ട്. എന്നിട്ട് ഇവിടെ ആരാധനയ്ക്ക് എന്തുകൊണ്ട് തടസ്സം ചെയ്യുന്നു? ഞങ്ങൾക്ക് നീതി ലഭിക്കണം. ഞങ്ങൾക്ക് നീതി ലഭിക്കണം. ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ രക്തം കൊടുത്താണ് സ്വാതന്ത്ര്യം മേടിച്ചത്. ഞങ്ങൾക്ക് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം വേണോ? ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം വേണോ? ഇത് പിടിച്ചു ഇത് പിടിച്ചു വെച്ചാ അച്ഛാ, ഇത് പിടിച്ചു വെച്ചാ. ഞങ്ങൾക്ക് കയറണം, ആരാധനയ്ക്ക് കയറണം.
സ്വാതന്ത്ര്യം ലഭിക്കണം. ഞങ്ങളുടെ ഭരണഘടനയുടെ സ്വാതന്ത്ര്യം ലഭിക്കണം. ജീവൻ കൊടുത്തതാണ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ഞങ്ങളെ കൊല്ലോ, ഞങ്ങളെ കൊല്ലോ, ഞങ്ങളെ കൊല്ലോ. ഞങ്ങൾക്ക് വേണം ഇന്ത്യൻ ഭരണഘടന, ഞങ്ങൾക്ക് വേണം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം കൊടുക്കും. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. ഇന്ത്യൻ ഭരണഘടന നടപ്പിലാക്കണം. ഇന്ത്യൻ ഭരണഘടന നടപ്പിലാക്കണം. ഇന്ത്യൻ ഭരണഘടന നടപ്പിലാക്കണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വേണം. 1947 സ്വാതന്ത്ര്യം വേണം. വേണം. കോൺസ്റ്റിറ്റ്യൂഷനിലെ സ്വാതന്ത്ര്യം വേണം. വിടില്ല. ഞങ്ങൾക്കത് വേണം. ഞങ്ങൾക്കത് വേണം. യേശു മസീഹ് സ്വാതന്ത്ര്യം വേണം. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. ഞങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വേണം. ഞങ്ങളുടെ പിതാക്കന്മാർ 1947 വരെ ഈ ഭൂമിയിൽ ഭരിക്കുന്നു. നോക്കാൻ വേണ്ടി BJP നടക്കുന്നത്. വേണ്ട വേണ്ട വേണ്ട. BJP-ക്കാരെ എല്ലാരും ഞങ്ങൾ പറയത്തില്ല. പക്ഷേ ഇവിടെയുള്ള ആരാ വിളിച്ചേ? അച്ഛനൊന്ന് വിളിക്കാം. അച്ഛനൊന്ന് വിളിക്കാം. അച്ഛനൊന്ന് വിളിക്കാം. വിളിച്ചിട്ട് വോട്ടിന്റെ വിധി ഉള്ളവരെ ഞങ്ങൾ വോട്ടിന്റെ വിധി എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ അവരത് കൂട്ടും. ഒരിക്കലും അനങ്ങരുത്. നമുക്ക് പ്രതികരിക്കുന്നില്ല. ഒന്നും ചെയ്തു അനങ്ങരുത്. നീ അനങ്ങരുത്. അതല്ല നമ്മൾ ഞാൻ പറയാം.
ഇതില്ല അച്ഛൻ ലൈവ് പിടിച്ചോ. ഞാനിവിടെ സംസാരിക്കാം. അച്ഛൻ ലൈവ് പിടിച്ചോ. ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് സൺഡേ എന്നുള്ളത് അവനോട് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ഒരു അവകാശം. ഞായറാഴ്ച അവനോട് വിളിക്കുന്ന ഈശ്വരനെ വിളിക്കാൻ കിട്ടുന്ന ദിവസം Oh,
നല്ലവരും ഉണ്ട് പന്നവരും ഉണ്ട്. എന്തുവാ പാസ്റ്ററെ? അവർക്കെതിരായ നിയമ നടപടികൾ എടുക്കണം. പോലീസ് അവരുടെ ഡ്യൂട്ടികൾ അവരെ സമ്മതിക്കുക. പാവപ്പെട്ടവർക്ക് ആരാധിക്കണം, പാവപ്പെട്ടവർക്ക് ജീവിക്കണം, പാവപ്പെട്ടവർക്ക് ജീവിക്കണം, പാവപ്പെട്ടവർക്ക് ജീവിക്കണം. കൂട്ടായിസം നടക്കില്ല, എമ്പാടിത്തം നടക്കില്ല. നിങ്ങൾ കാണിക്കുന്നതല്ലേ അനീതി, നിങ്ങൾ കാണിക്കുന്നതല്ലേ അനീതി. ഞങ്ങളെ കയറ്റിയിട്ടില്ല, ഞങ്ങളെ കയറ്റിയിട്ടില്ല. ദൈവത്തിന്റെ സ്വന്തം നാടെന്നാ പറയുന്നത്. ഇവിടെ ദൈവത്തെ ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഭരണം വളരെ വേദനയാണ്. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം. നോർത്ത് ഇന്ത്യയിലെ ഗുണ്ടായിസം നടക്കില്ല, നോർത്ത് ഇന്ത്യയിലെ ഗുണ്ടായിസം ഇവിടെ നടക്കില്ല, സമ്മതിക്കില്ല. രക്തം കൊടുക്കും, രക്തം കൊടുക്കും, രക്തം കൊടുക്കും, രക്തം കൊടുക്കും, സ്വാതന്ത്ര്യത്തിനായി രക്തം കൊടുക്കും, രക്തം കൊടുക്കും, രക്തം കൊടുക്കും, രക്തം കൊടുക്കും, രക്തം കൊടുക്കും, സ്വാതന്ത്ര്യത്തിനായി രക്തം കൊടുക്കും, രക്തം കൊടുക്കും, ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കായി രക്തം കൊടുക്കും, രക്തം കൊടുക്കും, രക്തം കൊടുക്കും, രക്തം കൊടുക്കും, ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കായി രക്തം കൊടുക്കും, രക്തം കൊടുക്കും. ഞങ്ങൾക്കിവിടെ സ്വാതന്ത്ര്യമായിട്ട് ആരാധിക്കണം, ഞങ്ങൾക്കിവിടെ സ്വാതന്ത്ര്യമായിട്ട് ആരാധിക്കണം. താക്കോല് കൊടുത്തു വിടല്ല, കൂടെ ഒരാൾ പോകണം, കൂടെ ഒരാൾ പോകണം, കൂടെ ഒരാൾ പോകണം. ഞങ്ങളോട് വന്നിട്ടേ തൊടാം. ചേച്ചി ചേച്ചി തന്നെ, ചേച്ചി വിട്ടെ, ചേച്ചി വിട്ടെ, ചേച്ചി വിട്ടെ, ചേച്ചി വിട്ടെ. അറിയില്ല ആരാ പോലീസ്
കേറ്. നമ്മുടെ ഓഡിറ്റോറിയത്തിൽ കയറിയിട്ട് മതി, ഓഡിറ്റോറിയത്തിൽ കയറിയിട്ട് മതി, സമാധാനപരമായിട്ട് കയറുക. നമുക്ക് ആരോടും ഒരു പോകാൻ വേണ്ട. ഞാനിവിടെ നിൽക്കുവാ. ഇല്ല ഇല്ല കേറ് 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 കേറ്. കേറ് 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 കേറ്. ഒരു വർത്താനം വേണ്ട, കേറി സംസാരിച്ചാൽ മതി. 2 മണി വരെയൊക്കെ കാണും സാറേ. സാധാരണ ലൈവ് ഒരുപാട് സ്ഥലങ്ങൾ, ഇന്ന് ഞങ്ങളുടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നുണ്ട്. ഷോർട്ടാക്കും. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അധികം നേരം പോകത്തില്ല. ഞങ്ങൾക്ക് ആരാധിക്കണമെന്നുള്ള ഞങ്ങൾക്ക് ആരാധിക്കണം. ഇന്ന് ആരാധിച്ചു. ഞങ്ങൾക്ക് റിപ്പോർട്ട് ചാനലിൽ പല വേദനയുണ്ട്. ഇതിനു മുമ്പ് സത്യം അറിഞ്ഞിട്ട് വേണമായിരുന്നു. ഞങ്ങൾക്ക് ആരോടും പ്രതികരണങ്ങളില്ല. പക്ഷെ ഞങ്ങള് നിയമപാലകരെ അനുവദിച്ച് കയറാൻ. അതെ, ആരാധന ഞങ്ങൾ സമാധാനപരമായിട്ട് ഞങ്ങൾ അടച്ചിട്ട് ഞങ്ങൾക്കൊരു സൗണ്ട് പ്രൂഫ്. ഞങ്ങൾ ഒരു വഴക്കിനും ആർക്കും വന്നിട്ടില്ല. ഞങ്ങൾ ഒന്നിനും പോകുന്നവരല്ല. ഈ സ്ഥാപനത്തിനനുബന്ധ സ്ഥാപനത്തിലല്ലേ കുട്ടികൾക്ക് ക്രൂരമർദ്ദനം? കുട്ടികൾക്കുള്ളത് അത് നിയമപാലകര് അതിന് പ്രതികളെന്ന് പറയുന്നവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് തുടർന്ന് കോർട്ടിന്റേതായ രീതി കാര്യങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങൾ അതിനകത്ത് 100% അവര് തെറ്റ് ചെയ്തെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷെ ആ കുട്ടികളുടെ മൊഴിയുണ്ടല്ലോ, പോലീസിന്റെ മൊഴി. ഞാൻ ചോദിച്ചോട്ടെ, എന്തെല്ലാം നമ്മുടെ പല കാര്യങ്ങളിൽ സമൂഹത്തിൽ നടക്കുന്നത് നീതിപൂർവ്വമാണോ? നീതിയില്ലാത്ത മർദ്ദനം ഏറ്റിട്ടില്ല എന്നാണോ മാഡം പറയുന്നത്? കുട്ടികൾ തമ്മിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾ തമ്മിൽ അവിടെ നല്ല ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരായതുകൊണ്ടും സമൂഹത്തിൽ അവർ ഇനിയും ജീവിക്കേണ്ടതായതുകൊണ്ടും അത് പറഞ്ഞു വിട്ടെന്നുള്ള സത്യമാണ്. പോലീസ് 3 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ പേര് പറഞ്ഞ പ്രതികളെ നേരിട്ട് മൊഴി നൽകിയിട്ടുണ്ടല്ലോ. അവര് മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ കോർട്ട് ഒരു കാര്യമുണ്ട്. വൃദ്ധസദനം എന്ന് പറയുമ്പോൾ സാമൂഹ്യനീതി വകുപ്പിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്നു. അടുത്ത മാസം വരെ അനുമതി ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉടൻ തന്നെ ഈ മാസം ഒരു യോഗം ചേരുന്നുണ്ട് ആ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതിനായിട്ട് സർക്കാർ. പക്ഷെ എങ്ങനെ അവിടെ കുട്ടികളെ താമസിപ്പിച്ചു? കുട്ടികളെ അവിടെ അല്ല താമസിപ്പിച്ചത്. ഞങ്ങളുടെ പാസന്റെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ ഞങ്ങൾ പണ്ട് തൊട്ടേ ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ വന്ന് ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും ഞങ്ങൾ താമസിപ്പിച്ച് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടേക്ക് പ്രാർത്ഥനയ്ക്കായി ആളുകൾ എത്തുന്നു. ഒരിക്കലും അല്ല, അങ്ങനെ ഒരു കാര്യങ്ങൾ പണ്ടും സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പാസൽ ചെയ്യാറുണ്ട്. അതിന്റെ രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾക്കൊരു വിപത്ത് വരുമെന്ന് ഞങ്ങൾ മനസ്സാവാച അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൽ FB പോസ്റ്റ് വന്നിട്ടുണ്ട്. പൂർണ്ണമായും മേഡം പറഞ്ഞ പോലെ ന്യായീകരിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശിക്ഷപ്പെടട്ടെ. ശിക്ഷപ്പെടണം. തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷപ്പെടണം എന്ന് പറയുന്ന ആൾക്കാരാണ് ഞങ്ങൾ ആരെ. പക്ഷെ അത് നിയമത്തിന്റെ രീതിയിൽ പോകട്ടെ. പക്ഷെ ഇന്നത്തെ ഞങ്ങളുടെ ആരാധന തടസ്സപ്പെടുത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ച മനഃപൂർവ്വമായിട്ടുള്ള വാശിയാണ്. അത് ഞങ്ങൾ ഇവിടെ അവരെ പബ്ലിക്കായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഇതിന്റെ പിമ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെന്നീർക്കര പഞ്ചായത്തിൽ കെട്ടിട ഉടമയും ഒപ്പം ഗ്രാമപഞ്ചായത്ത് അധികൃതരും ബിനു വാഴമുട്ടത്തിന് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്, ഇവിടെ ഇത് പ്രവർത്തിപ്പിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ മനഃപൂർവ്വം സംഘർഷം. കെട്ടിട ഉടമയോട് ഞങ്ങൾക്ക് 100% നല്ലൊരു മനുഷ്യനാണ്. എങ്കിലും മാനുഷികമായിട്ട് പുള്ളിയെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ പുള്ളി എന്ത് ചെയ്യാൻ പറ്റും? ആ മനുഷ്യനെ ഞങ്ങൾ ഇന്ന് റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. കൂടുതലായിട്ടുള്ള അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ കാര്യങ്ങൾ അറിയാം. ഏതായാലും ഇപ്പോൾ ഇപ്പോൾ ഈ കാര്യങ്ങൾ ഒരു തീരുമാനം പ്രത്യേകിക്കുകയാണ്. ഈ അറിയാറുള്ള മാഡത്തിന്റെ അസിസ്റ്റന്റ് ഞങ്ങൾ ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റിപ്പോർട്ടർ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ പാസ്റ്ററിന്റെ വൈഫാണ്. ഞങ്ങളിപ്പോ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും നീതി വിവാദം വെറും കെട്ടിച്ചമച്ച കാര്യങ്ങളാണ്. പിന്നെ ഈ തിന്മയാണല്ലോ സമൂഹത്തെ ഏറ്റവും കൂടുതൽ വിജയിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു ബൈബിൾ വാക്യത്തെ വിശ്വസിക്കുന്നു. തിന്മ നന്മയെ അതിനെ ജയിക്കാൻ കഴിയും. കുട്ടികൾ തമ്മിലുള്ള ഒരു വിഷയങ്ങൾ, പിള്ളേരാണ് അവർ തമ്മിൽ വിഷയങ്ങൾ പലതും ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ അത് വിടാറുണ്ട്.
ഇതിങ്ങനൊരു വലിയൊരു ഇഷ്യൂ ആകുമെന്ന് ഒരിക്കലും വിചാരിച്ചു. കുട്ടികൾ അന്ന് അവരുടെ പേരൻസ് വന്ന് അവരെല്ലാം കൊണ്ടുപോയതാ. അത് എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഓൾഡ് ഏജ് ഹോമിന്റെ പ്ലാന് ഞങ്ങളത് ലൈവിൽ കാണിച്ചിരുന്നു കഴിഞ്ഞ സൺഡേയില്. അത് കഴിഞ്ഞാണ് ഈ പ്രശ്നങ്ങളെല്ലാം പുറത്തു വന്നത്. ഇത് ഞാൻ വിശ്വസിക്കുന്ന എന്റെ പിമ്പിൽ ഏതോ ഗൂഢമായ കുഞ്ഞുങ്ങൾ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അടപ്പുണ്ടായി അവരെ പറഞ്ഞു വിട്ടു. നമ്മള് കേസും കാര്യങ്ങളും കൊച്ചു പിള്ളേരാ, അവര് സമൂഹത്തിൽ നാളെ പ്രയോജനപ്പെടേണ്ട കുഞ്ഞുങ്ങളെ ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതാണ്. ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളെ പല വിഷയങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവര് മാതാപിതാക്കൾ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പ്രയറിൽ കൊണ്ടുവരുന്നത്, അല്ലാതെ നമ്മുടെ ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ അവിടെ ഉള്ളത്. കൂടെ ഈ പയ്യൻ ക്യാമറയൊക്കെ പിടിക്കാനും ഓരോ കാര്യങ്ങൾക്ക് പോകുന്ന ഒരു കുഞ്ഞായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. പിന്നെ ഈ കുഞ്ഞിനെ പഠിക്കാൻ വിട്ടില്ലെന്ന് പറയുന്നത് അവന്റെ സ്കൂളിൽ നിന്ന് TC തന്നിട്ടില്ലായിരുന്നു. അതിന്റെ പിന്നീട് പല കാര്യങ്ങളുണ്ട്. അത് വരും ദിവസങ്ങളിൽ അത് ഞങ്ങൾ അവര് പോലീസ് അതിന്റെ നിയമ നടപടികൾ അവര് ചെയ്യും. ഇവർക്കെതിരെ മുൻപ് എന്തെങ്കിലും പരാതി വന്നിട്ടുള്ളതാണോ ഈ ജീവനക്കാർക്കും മാനേജർക്കും എതിരെ? ഒന്നും എന്റെ അറിവിലില്ല. ഇനി എന്തുവാന്നുള്ളത് നമ്മുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ. നിങ്ങൾ ഇടപെടാൻ പോകുന്നു ഈ കേസ് കാര്യങ്ങളിലൊക്കെ? ഞങ്ങൾ ന്യായമായ കാര്യങ്ങൾക്ക് മാത്രമേ നിൽക്കത്തുള്ളൂ. സാമൂഹ്യനീതി വകുപ്പ് അവർ അന്വേഷണം അന്ന് ഇൻചാർജിന് ആ സമയത്തില്ലായിരുന്നു, ഞാനും ആ സമയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ അല്പം വൈകിയാണെങ്കിലും ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അതിനകത്ത് എൻട്രി ചെയ്യാൻ പോലും പറ്റത്തില്ലായിരുന്നു. ലോക്ക് ചെയ്ത് പിന്നെ അവസാനം കുറച്ച് പോലീസുകാർ നല്ല മനസ്സാക്ഷിയുള്ളവരുണ്ട്, അവരാണ് തുറന്ന് കയറ്റിയപ്പോഴത്തേന് പിന്നെ ഓരോ അനാഥാലയങ്ങൾ പിന്നെ നമ്മളെല്ലാവരെയും കാണാറുള്ളതാ. അവർ വന്ന് അവർ പല മാതാപിതാക്കളും വളരെ വേദനയോടെ ഞാൻ പറഞ്ഞു എല്ലാം കലങ്ങി കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരാം എന്ന വാക്കാലാണ് അവരെ പറഞ്ഞു വിട്ടത്. ഉറപ്പാണ്. ഇനിയും കോട്ടയം നമ്മുടെ നിയമം എന്തോന്ന് വെച്ചാൽ അതുപോലെ കാര്യങ്ങൾ ചെയ്യട്ടെ. എന്റെ പേര് ഷാലു, പാസിന്റെ വൈഫാണ്. അതെ, ഷാലു ബിനു. ശരി. ഇനി താഴെ നിൽക്കണേ, ഇനി മേലോട്ട് കയറണേ. ഓക്കെ ഓക്കെ. നിനക്കറിയാമോ ഞാൻ പറ്റി നിൽക്കും